ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ടുഡേ ഈസ് ദ 30th ഡേ ഓഫ് മൈ ചലഞ്ച്. ഇന്ന് 30ാമത്തെ ദിവസമാണ്. ചലഞ്ച് 30 ഔട്ട് ഓഫ് 30 അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം 5:45 ഞാൻ 5:20 5:30 ആയപ്പോൾ എണീറ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സോ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് നിൽക്കുന്നതിനും നടക്കുന്നതിനും ഒന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ വന്ന് നേരത്തെ കിടന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു. ഒരു എൻ്റെ വീട്ടിൽ 2 ഡോഗുണ്ട്. ഓക്കെ, അപ്പോൾ അവൾ ഭയങ്കര കാവൽ ഒരാളാണ്. അപ്പോൾ അവൾ രാത്രിയാകുമ്പോൾ ഇങ്ങനെ എന്ത് ചെറിയ സൗണ്ട് കേട്ടാലും കുരയ്ക്കും. അപ്പം അവൾ കുറേ ഒരു 12:55 ആയപ്പോൾ അവൾ ഭയങ്കര കുരയായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഉണർന്നു. ഞാൻ നോക്കി സമയമായോ ഇതെന്താ. അപ്പോൾ എനിക്ക് കുറേ നേരം ഞാൻ ഉറങ്ങിയ പോലുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പം 12:55 ആയുള്ളൂ. പിന്നെ ഞാൻ കിടന്നു. പിന്നെ അത് അവൾ കുരച്ചിട്ടല്ല, പക്ഷേ എങ്കിൽ പോലും ഒരു 3:50 വീണ്ടും ഞാൻ എണീറ്റു. എൻ്റെ മനസ്സിലുണ്ട് ഇന്ന് 30ാമത്തെ ദിവസമാണ്, ഇന്ന് വീഡിയോ എടുക്കണം. കാരണം എനിക്ക് വയ്യാതായപ്പം ആ ഒരു ഫ്രാക്ചർ അറിഞ്ഞതിന് സമയം മുതൽ ഒരു ലേസി ആയിട്ടാണ് ഞാൻ. ലേസി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വേദന. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എൻ്റെ മുഖത്തത് പ്രകടമാണ് വീഡിയോ എടുക്കുമ്പോൾ. എനിക്ക് തന്നെ അത് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് തോന്നുമല്ലോ. സോ അതുകൊണ്ടായിരുന്നു. ബട്ട് ഇന്ന് എനിക്ക് എന്ത് വന്നാലും നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. കാരണം 30 ദിവസം തികയ്ക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സിമ്പിൾ കാര്യമല്ല. ഫസ്റ്റ് ഡേയിൽ എന്നൊന്ന് 30 ദിവസത്തിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡേയിൽ തൊട്ടൊരു 5 ദിവസം വരെയും എണീക്കുന്നത് നമുക്ക് ഓക്കെ, ഞാൻ എണീക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മനസ്സിലിങ്ങനെ കൊടുത്തു, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കൊടുക്കുമല്ലോ, എണീക്കണം, നമ്മുടെ ടാസ്ക്കാണ്, നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഈ 30ാമത്തെ ദിവസത്തെ ഞാൻ പറയുന്നു, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ടാസ്ക്. അതൊരു ഹാബിറ്റായി എനിക്ക്. ഓട്ടോമാറ്റിക്കലി കണ്ണ് തുറക്കുന്നുണ്ട്, എണീക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ ക്ഷീണം പോലൊന്നും ഇല്ല എനിക്ക്. ഒരു ഹാപ്പി ആയിട്ടാണ് ഞാൻ എണീക്കുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ചെയ്യാനും പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് രണ്ടുമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാറില്ല അത്, കാരണം രാവിലെ എനിക്ക് ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത് തന്നെ ഞാൻ ഇന്നലെ വരെയൊക്കെ ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ഹാപ്പിയാണ്. കുറച്ച് വേദനയൊക്കെ കുറവുണ്ട്. മേ ബി ഗുളിക കഴിക്കാൻ തുടങ്ങി റെസ്റ്റ് എടുക്കുന്നതുകൊണ്ടായിരിക്കാം. മോണിന് സ്ട്രെസ് കൊടുക്കാത്ത രീതിയിലാണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതായിരിക്കാം. ഓക്കെ, അപ്പം ഇന്ന് എൻ്റെ 30ാമത്തെ ദിവസമാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതിൽ. അപ്പം നമുക്ക് ഒന്ന് വെളിയിലൊന്ന് കുറച്ച് നേരം നടക്കാം. ഓക്കെ, എന്തുവാ എൻ്റെ കുഞ്ഞ് രാവിലെ ഡ്യൂട്ടിയിലാണ്. മുഖം ഇരിക്കുന്ന നോക്ക്, കള്ളി പെണ്ണ്. ഇവളാണ് ഇവിടുത്തെ കാവല്. കാവല്, നമ്മൾ കാവലാണ്. പൊന്നു പൊന്നു ചെരുപ്പിട്ടിട്ട് വന്ന് നടക്കാം. പൊന്നു കാവലാണോ? എന്തുവാ മുഖത്തൊക്കെ മണ്ണാക്കിക്കൊണ്ടിരിക്കുന്ന? ഇത് ഒരാളാണ്. ഇയാൾ കാവല് ഭയങ്കര അലേർട്ട. വേറൊരുത്തി ഭയങ്കര എന്താ വീട്ടുകാരി. അവള് വീട്ടിനകത്ത് ഇരിക്കട്ടെ. കുറച്ചു നേരം നടക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നടക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അവളവിടെ ഇൻസ്പെക്ഷനിലാണ്. അതെടുത്തില്ല ഇനി. ആർക്കും ഞാൻ എൻ്റെ വീട് കാണിച്ചു തന്നില്ല എന്നുള്ളത് വേണ്ട. ഇത് കാവലും എൻ്റെ കുഞ്ഞ്. അവൾക്ക് 10 വയസ്സാകുന്നു കേട്ടോ. വെള്ള അവൾക്ക് 3 വയസ്സ് വന്നുള്ളൂ. അവൾ എനർജറ്റിക്ക. കുറച്ചേരം നടക്കട്ടെ. ഇതാണ് എൻ്റെ വീട്. കാണാവോ? മോർ ലൈറ്റ് കാണാനായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നല്ല രസം. ഞാൻ മേലിലോട്ട് ഇപ്പോഴാണ് നോക്കുന്നത് നന്നായിട്ട് കേട്ടോ. പില്ലോ വെച്ചേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പില്ലോ വെച്ചിരുന്ന് ഞങ്ങൾ അത്യാവശ്യമായ ഒരാളെ കാണാൻ പോവാണ്.
സൈഡ് ചരിഞ്ഞ് വേണം എനിക്ക് ഇരിക്കാൻ, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല. തലയണയാണ് ഇരിക്കുന്നത്. ഞാൻ ഇപ്പൊ മെസ്സേജ് അയക്കാം, എപ്പോഴാണ് വരുന്നത് മെസ്സേജ് അയക്കാം. വണ്ടി ഓടിച്ചേ കൊട്ടാരക്കര വരുന്ന പോവായിരുന്നു, ഞാൻ ഫോൺ നോക്കാത്തത്. കേട്ടില്ല. അപ്പം ഞാൻ രാവിലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നെ ഉച്ചയ്ക്ക് വേറെ കുറേ. രാവിലെ ഒരാളെ മീറ്റ് ചെയ്യാൻ ഞങ്ങൾ പോയിരുന്നു. അപ്പം ഫുൾ ടൈം ഇന്ന് കാറിലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഒരു 2-3 പേരെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ 2-3 പേരല്ല, 2 പേരെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള സംസാരവും എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോഴായി ഏകദേശം 6 മണി കഴിഞ്ഞു. 6 മണിയില്ല, 6:30 കഴിഞ്ഞു. ഇനി ഞങ്ങളിപ്പോൾ കൊല്ലം പൂരത്തിന് എനിക്ക് മാക്സിമം നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുക. ഇന്നതുകൊണ്ട് കുറേ നേരം ഇരുന്നുകൊണ്ടായിരിക്കും ഞാൻ പിന്നെ അവസാനം ചാരി കിടക്കുമായിരുന്നു. എനിക്ക് വയ്യായിരുന്നു അത്രയും. ഇപ്പം ചെറിയ പെയിനുണ്ട്. ഇപ്പോൾ 1-2 സ്ഥലത്തോടി പോയിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. ഒന്ന് കിടക്കണം, അത്രയ്ക്ക് വയ്യാണ്ടായി. എനിവേ അപ്പം നമുക്ക് പോകാം. ഞാനൊരു ക്ലോസിങ് വീഡിയോയോ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. ഇതിപ്പം ഇന്ന് 17th മോർണിംഗ് ആണ്. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടായിരുന്നു. പിന്നെ കാറിൽ ഇരുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് വയ്യാതെ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ വൈകിട്ടും 2 പേരെ ഞങ്ങൾക്ക് കാണാൻ പോകണമായിരുന്നു. കുറച്ച് അതൊക്കെ പ്രൊഫഷണലി ഉള്ള കാര്യങ്ങളാണ്. പ്രൊഫഷണലായിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെയും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമ്മൾ പോയി കണ്ട് വൈകിട്ടായി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ എനിക്ക് വയ്യ, വേദന കൊണ്ട് വയ്യായിരുന്നു. സിവിയർ പെയിനായിരുന്നു ബാക്കിൽ. നടുവ് എനിക്ക് അനക്കാൻ വയ്യായിരുന്നു വേദന കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇടാനോ മാക്സിമം ഞാൻ നോക്കി. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല നേരത്തെ തന്നെ കിടന്നു ഉറങ്ങി. കാരണം എനിക്ക് ഒട്ടും പറ്റാതെ പെയിൻ കില്ലർ എല്ലാം എടുത്തിട്ടാണ് കിടന്നത്. സോ ഇന്നലെ എൻ്റെ 30th ഡേ ആയിരുന്നു. അതുകൊണ്ട് പൂരത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സോ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെയിൻ. ഞാൻ ഇന്നലെ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു കൊല്ലം പൂരത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന്. പക്ഷേ ഒന്നും എനിക്ക് പറ്റില്ല. ഇന്നലെ എനിക്കറിയില്ല, ഞാൻ ആ കാറിൽ ഇരുന്നതിൻ്റെതാണോ. ഇന്നലെ രാവിലെ ഇറങ്ങിയാണല്ലോ, കാറിൽ തന്നെയായിരുന്നു കാറിൽ. പക്ഷേ ഞാൻ കുഷ്യനൊക്കെ ഇട്ടാണ്, കുഷ്യൻ ഇട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുഷ്യനൊക്കെ ഇട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര പെയിനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് എന്തായാലും ഒരു നല്ല പ്രൊഡക്ഷൻ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു 30th ഡേയിൽ. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇന്ന് ഇടാമെന്ന്. സോ ഇത്രയും 30 ദിവസത്തിൽ ദാറ്റ് വാസ് സിമ്പിൾ കാര്യമല്ല. 30 ദിവസം ഒരു ചലഞ്ച് കൊണ്ടുപോകാൻ പറഞ്ഞത് ദാറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ ഞാനത് കൊണ്ടുപോയി തീർത്തു. ഇനിയും മാക്സിമം ഡെയിലി വ്ലോഗ് ഇടാൻ ഞാൻ ശ്രമിക്കും. അത് ചലഞ്ചൊന്നും അല്ല, ബട്ട് എന്നാലും ഒരാളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ദാറ്റ് വാസ് എന്താ പറയുക, ഒരു അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയൊരു ഫീലിംഗ് ആണ്. എനിക്ക് അങ്ങനെ ഒരാൾ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ. കുറേ പേര് എനിക്ക് എന്നോട് നല്ലത് പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് ഒന്നും പറയാതിരിക്കുന്നുണ്ട്. അതായത് നമ്മളതൊക്കെ ചെയ്തിട്ടും ഇവളെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നോട് ഒരാളെങ്കിലും നല്ലത് പറയുന്നെങ്കിൽ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. സോ 30 ദിവസം എനിക്ക് നേരത്തെ എണീക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു 5:30 മാക്സിമം 5:30 എനിക്കത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അത് ഞാൻ ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ ഒട്ടും വയ്യാതുകൊണ്ടാണ് ഞാനൊന്ന് ഈ നടുവിൻ്റെ ഈ ബാക്കിൻ്റെ ഈ ഒരു ഫ്രാക്ചർ കാരണം നടുവിന് വയ്യാതായിട്ട് ഒട്ടും അങ്ങനെ വേദന സഹിക്കാതാവുമ്പോഴാണ് ഞാൻ കിടക്കുന്നത്. അല്ലാതെ ഞാൻ ഫുൾ ടൈം ഒരു എൻഗേജ്ഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഈ ഒരു ചലഞ്ച് സത്യത്തിൽ എൻ്റെ ജീവിതം മാറ്റിയിട്ടുണ്ട്. എൻ്റെ പേഷ്യൻസ്, എൻ്റെ ആ ഒരു ദേഷ്യം ഒക്കെ കുറച്ചിട്ടുണ്ട്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. സോ എൻ്റെ 30 days ഓഫ് ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാം. ഉറപ്പായിട്ട് ഞാൻ വീഡിയോസും റീൽസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തതിന് വളരെ താങ്ക് യു. ആൻഡ് ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയും അതുപോലെ ഇനി വരാൻ പോകുന്ന വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനിയും മുമ്പോട്ട് പോകാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ.